ജോസഫ് ഇങ്ങോട്ട് നോക്കിയേ. ഈ മനസ്സ് എന്നെക്കാളും നന്നായിട്ട് ആർക്കാ അറിയാവുന്നേ? ജെറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എൻ്റെ അപ്പൻ്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോൾ വാള് കുത്തി കയറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം. ഞാൻ അവന്റെ അപ്പനല്ലല്ലോ, തകർന്നു പോയടി. ശരിയാ, ഇതവന്റെ വീടല്ല. അവന്റെ വീട് ദേവാലയല്ലേ, ദൈവമല്ലേ അവന്റെ അപ്പൻ. ഞാൻ വളർത്തച്ഛനല്ലേ. എല്ലാം എൻ്റെ തെറ്റ. ഞാനതങ്ങോട്ട് മറന്നുപോയി. ഈ മനസ്സ് അതങ്ങോട്ട് സമ്മതിക്കുന്നില്ലടോ. നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാലാഖ വരുമായിരുന്നു, വഴിയും പറഞ്ഞു തരും. പക്ഷെ ഇപ്പോ മേരി, എൻ്റെ സ്വപ്നങ്ങളിൽ മാലാഖ വരാറില്ല. എന്തിനാ ജോസഫ് ഇനി മാലാഖ വരുന്നേ? 1000 മാലാഖമാര് കാവലിരിക്കുന്ന നമ്മുടെ മോൻ ഇവിടെ ഉള്ളപ്പോ. എനിക്കറിയാടോ, പക്ഷേ ഞാനൊരു സാധാരണക്കാരനല്ലേ. ഇന്ന് വൈകുന്നേരം ഈശോ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അവൻ പറഞ്ഞു, സോറി അമ്മേ, ഞാൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൻ്റെ സങ്കടം ഞാൻ കണ്ടു. അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്നോടൊന്നും മിണ്ടിയില്ല. എനിക്കും സങ്കടായി. അമ്മ അപ്പനോട് പറയണേ, ഞാനിനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലാന്ന്. ഇതെന്റെ പ്രോമിസാ. ജോസഫിന് ഓർമ്മയുണ്ടോ, ഈശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞ് കൈയും കാലും ഒക്കെ തൊട്ടു നോക്കിയിട്ട് താൻ പറഞ്ഞത്, ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ, സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. അന്ന് ഞാനെന്താ പറഞ്ഞേ? ശരിയാണ്, ഇതൊരു സാധാരണ കുഞ്ഞാണ്. അതാണ് അവനെ സ്പെഷ്യലാക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇയാളൊരു സാധാരണ അപ്പനല്ല, ഒരു സ്പെഷ്യൽ അപ്പനാണെന്ന്.